യുവ വോക്സ് എക്സ്പ്ലോറ ഇൻ്റർവ്യൂ സീരീസിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിൽ ഇന്നത്തെ നമ്മുടെ വിശിഷ്ട അതിഥിയായി എത്തിയിരിക്കുന്നത് പ്രിയപ്പെട്ട നിമിഷ ആറ്റുപുറം. വളരെ ചെറുപ്പം മുതൽ തന്നെ രചനയിൽ താല്പര്യം കാണിക്കുകയും ആ വൈവിധ്യം തെളിയിക്കുകയും ചെയ്ത നിമിഷ യുവക്ഷേത്ര കോളേജിലെ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് 3-ാം വർഷ പഠനം പൂർത്തിയാക്കി പുതിയ പഠന മേഖലകളിലേക്കും അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിലേക്കും ശ്രദ്ധിക്കുന്ന ഒരു സമയമാണിത്. വളരെ സന്തോഷത്തോടെ നിമിഷയെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിമിഷയെ ഒന്ന് അനുവാചകർക്ക് വേണ്ടി പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് നിമിഷ ആറ്റുപുറം. ഞാൻ വരുന്നത് ഒറ്റപ്പാലത്ത് മനുശ്ശേരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രാമത്തിൽ നിന്നാണ്. ഞാനിവിടെ യുവക്ഷേത്രയിൽ 3-ാം വർഷം സൈക്കോളജി കഴിഞ്ഞ് ഇറങ്ങി. എൻ്റെ വീട്ടിൽ അമ്മ, ഏട്ടൻ, മുത്തശ്ശിയാണ് ഉള്ളത്. ചെറുപ്പം തൊട്ട് തന്നെ എഴുതാൻ ഇഷ്ടമാണ്. അതിന് കൂടുതലായിട്ട് വായിക്കാനും അതേപോലെ കൂടുതലും എഴുത്തിലേക്ക് പോകാനാണ് ഇഷ്ടം. ഈ വളരെ ചെറുപ്പം മുതൽ തന്നെ എഴുതാൻ തുടങ്ങിയെന്ന് പറയുമ്പോൾ എത്ര വയസ്സ് മുതലാണ്? അതുപോലെ രചനയിൽ ഏറ്റവും കൂടുതൽ അവാർഡുകളോ സമ്മാനങ്ങളോ ഒക്കെ ലഭിച്ച അവസരങ്ങൾ ഏതെങ്കിലും ഓർക്കുന്നുണ്ടോ? എനിക്കിതുവരെ അങ്ങനെ എഴുത്തിൽ സമ്മാനങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ തുടങ്ങിയത് 3-ാം ക്ലാസ്സിൽ ജി ശങ്കരക്കുറുപ്പിൻ്റെ ഒരു കവിത ഉണ്ടായിരുന്നു, കൊച്ചുപൂവ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഒരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നു, ഇതേപോലെ നിങ്ങളൊരു കവിത എഴുതണം എന്നുള്ളത്. അപ്പോൾ അതിനെ ഒരു കൊച്ചുപൂവിനോട് ചോദിക്കുന്ന പോലെയായിരുന്നു ആ കവിത. അപ്പം ഞാൻ അതിനെ മാറ്റിയൊരു തുമ്പിയോടാക്കിയിട്ട് ഇത്തിരി തുമ്പി പൂത്തുമ്പി എന്ന് പറഞ്ഞിട്ട് ചെറുതായിട്ട് എഴുതി തുടങ്ങി. പിന്നെ ഏറ്റവും കൂടുതൽ അത് കണ്ട് സപ്പോർട്ട് ചെയ്തത് അമ്മ തന്നെയാണ്. ഈ ഇത്തിരിത്തുമ്പി പൂത്തുമ്പി എന്നൊക്കെ പറയുന്നത് ശരിക്കും കുട്ടികളുടെ മനസ്സിൽ പെട്ടെന്ന് സ്ഥാനം പിടിക്കുന്ന ഒരു കവിതയാണ്. പക്ഷേ നിമിഷ എഴുതാൻ തുടങ്ങിയ സമയത്ത് തന്നെ ബാലസാഹിത്യത്തിലൂടെ തൻ്റെ രചനകൾ ആരംഭിച്ചു. പ്രായത്തിൻ്റെ പക്വതയ്ക്കനുസരിച്ചുള്ള കവിതകളാണ് എഴുതിയത് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. പറഞ്ഞല്ലോ, വീട്ടിൽ നിന്ന് അമ്മയാണ് ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചതെന്ന്. അമ്മയിൽ നിന്ന് കിട്ടിയ പ്രോത്സാഹനത്തെക്കുറിച്ച് ഒന്ന് ഷെയർ ചെയ്യാമോ? അമ്മ, ഞാൻ ആദ്യമായിട്ട് ഇത് എഴുതിയപ്പോൾ തന്നെ അമ്മ എനിക്ക് ഒരുപാട് അതിൽ കുട്ടിയായതുകൊണ്ട് തന്നെ അക്ഷരത്തെറ്റുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അമ്മ അതൊക്കെ തിരുത്തി തരാറുണ്ട്. അതുപോലെ തന്നെ ചെറുപ്പം തൊട്ട് എന്തെഴുതിയാലും അത് ഞാൻ ആദ്യം കൊണ്ട് കാണിക്കുന്നത് അമ്മയ്ക്കാണ്. അമ്മ അതിൽ തെറ്റുകൾ പറഞ്ഞു തരാറുണ്ട്, വാക്കുകളുടെ അർത്ഥങ്ങൾ പറഞ്ഞു തരാറുണ്ട്. അതേപോലെ എന്തെങ്കിലും പുതിയ വിഷയങ്ങൾ അമ്മ പറഞ്ഞു തരാറുണ്ട്. എപ്പോഴും സമ്മാനമൊന്നുമല്ല വലുത്, എഴുത്ത് തന്നെയാണ്, വിഷയം തന്നെയാണെന്ന് പറഞ്ഞിട്ടാണ് അമ്മ എന്നെ ഓരോ മത്സരത്തിലേക്കും പറഞ്ഞു വിടാറ്. നിമിഷയെ സംബന്ധിച്ച് വലിയൊരു സാഹിത്യ പാരമ്പര്യമുള്ള ഒരു തറവാടാണ്. അക്കിത്തത്തിൻ്റെ കൊച്ചുമകളാണ് എന്ന് പറയുന്നത് തന്നെ ഞങ്ങളെ സംബന്ധിച്ച് വളരെ വൈകാരികമായ ഒരു നിമിഷമാണ്. കാരണം മലയാള സാഹിത്യത്തിൽ അത്രമാത്രം സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ രചനകളെക്കുറിച്ച് പറയുന്നത് 8-ാമത്തെ വയസ്സിലാണ് ആദ്യത്തെ കവിത അദ്ദേഹം രചിക്കുന്നത്. അത് അമ്മയിൽ നിന്ന് കിട്ടിയൊരു പ്രോത്സാഹനമാണ് പിന്നീട് കൂടുതൽ വളർച്ചയ്ക്ക് കാരണമായത് എന്നാണ്. അപ്പോൾ ഒരുപക്ഷെ ഈ അക്കിത്തത്തിൻ്റെ കുടുംബ പാരമ്പര്യത്തിൽ നിന്നുള്ള ഒരു പ്രോത്സാഹനം നിങ്ങളുടെ കുടുംബത്തിലെ അമ്മമാരായിട്ടും മറ്റംഗങ്ങളുമായിട്ടും ധാരാളം കൊടുക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരുപക്ഷെ ഈ അടുത്ത കാലത്ത് വേരിൽ നിന്ന് എന്നൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചല്ലോ. അതിൻ്റെ പിൻബലമായിട്ട് നിൽക്കുന്നത് മാതാപിതാക്കന്മാരുടെ പ്രോത്സാഹനമോ അല്ലെങ്കിൽ ഈ സാഹിത്യ പാരമ്പര്യമാണോ എന്നതും ആ പുസ്തകത്തിൻ്റെ ഏതാനും ചില ആശയങ്ങളും ഒന്ന് പങ്കുവെക്കാമോ? വേരിൽ നിന്നുള്ള ഒരു പുസ്തകം ഞാനും എൻ്റെ സുഹൃത്ത് ഗായത്രിയും കൂടിയിട്ടാണ് എഴുതിയിട്ടുള്ളത്. അതിൽ വിഷയങ്ങൾക്കപ്പുറം എല്ലാം കൂടിയിട്ട് ഒരു മിശ്രമായിട്ടുള്ള ഒരു കവിതാ സമാഹാരമാണ്. എല്ലാം ഉണ്ട് അതിൽ. വിഷമമുണ്ട്, സന്തോഷമുണ്ട്, എല്ലാം ഉണ്ട്, പ്രണയമുണ്ട്, വിരഹമുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മ ഉപരി ഞാൻ കുറച്ച് വലുതായിട്ടൊരു 7-ാം ക്ലാസ് 8-ാം ക്ലാസ് ടൈമിൽ എഴുതാൻ, ആ ഒരു പ്രായത്തിലൊക്കെ എഴുതാൻ തുടങ്ങിയപ്പോൾ വീട്ടിൽ അത്യാവശ്യം കുടുംബത്തിൽ പലരും എഴുതുന്ന ആൾക്കാരായിരുന്നു. ഞാൻ എഴുതുമ്പോൾ അവരെനിക്ക് തെറ്റുകൾ പറഞ്ഞു തരാറുണ്ട്, തിരുത്തി തരാറുണ്ട്. അതൊക്കെ എനിക്കൊരു പ്രചോദനമായിരുന്നു. നമ്മുടെ മഹാകവി അക്കിത്തത്തെ കണ്ട ഏതാനും ചില ഓർമ്മകളൊന്ന് പങ്കുവെക്കാമോ? അദ്ദേഹത്തിന് എഴുത്തിനേക്കാൾ കൂടുതൽ പണ്ട് കുട്ടിക്കാലത്ത് ഞങ്ങൾ കസിൻസൊക്കെ ആയിട്ട് കളിക്കുമ്പോൾ ഞാൻ വലിയ മുത്തശ്ശൻ എന്നാണ് വിളിക്കുക. അപ്പോൾ വലിയ മുത്തശ്ശൻ വന്ന്
ഉമ്മറത്തിരിക്കും, ഞങ്ങളുടെ കളികൾ കാണും. അതേപോലെ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു സന്തോഷം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ജ്ഞാനപീഠം കിട്ടിയ ടൈമിൽ ഞാൻ എഴുതിയിട്ടുള്ള ഒരു ആശംസ അദ്ദേഹത്തെ ചൊല്ലിക്കേൾപ്പിക്കാൻ പറ്റി. അതേപോലെ അതിൽ നിന്ന് ആശംസ വാങ്ങാൻ എനിക്ക് പറ്റി. ഭയങ്കര ലളിതമായിട്ടുള്ള ഒരു വ്യക്തിയാണ് മുത്തശ്ശൻ എന്ന് പറയുന്നത്. ഇത് മറ്റാർക്കും കിട്ടാത്ത വലിയൊരു അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം വലിയൊരു സാഹിത്യകാരൻ്റെ കുടുംബ പാരമ്പര്യത്തിൽ നിന്ന് വരിക, വളരെ ചെറുപ്പം മുതൽ തന്നെ സാഹിത്യ രചനകളിൽ ഏർപ്പെടുക, അതിന് വീട്ടിൽ നിന്ന് കിട്ടുന്ന നല്ല പ്രോത്സാഹനം, അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്നതൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അവതരിപ്പിക്കാനുള്ള അവസരങ്ങൾ, ജീവിതാനുഭവങ്ങൾ മുഴുവൻ കൂട്ടിച്ചേർത്ത് ഒരു പുസ്തകം രചിക്കുക എന്നൊക്കെ പറഞ്ഞത് സാധാരണക്കാർക്ക് കിട്ടാത്ത ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു സംശയം, ഇങ്ങനെ ഒരു സാഹിത്യ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന നിമിഷം എന്തുകൊണ്ടാണ് സൈക്കോളജി ഒരു പഠന വിഷയമായിട്ട് തിരഞ്ഞെടുത്തത് എന്നാണ്. രണ്ടും രണ്ടാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് പാഷൻ പ്രൊഫഷൻ ആക്കാൻ ഇപ്പം താല്പര്യമില്ല. അതുകൊണ്ട് സൈക്കോളജി എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും കലയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. കല എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ചെയ്യുന്നത് മനസ്സിന് സന്തോഷം കിട്ടാനാണ്. സൈക്കോളജി എന്ന് പറയുന്നത് മനസ്സിനോട് ബന്ധപ്പെട്ട ഒരു വിഭാഗം തന്നെയാണ്. അപ്പോൾ സൈക്കോളജി തിരഞ്ഞെടുത്ത് എനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് എനിക്ക് വായനയായാലും എഴുത്തായാലും കൂടെ കൊണ്ടുപോകാൻ പറ്റും. അതേപോലെ ഭാവിയിൽ സൈക്കോളജി കഴിഞ്ഞാലും ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ട് എനിക്ക് എഴുത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഞാനത് തിരഞ്ഞെടുത്തത്. ഈ സാഹിത്യരചന വലിയ മുത്തച്ഛനല്ലാതെ മറ്റാരെങ്കിലും കൂടുതൽ സ്വാധീനിച്ചിട്ടുണ്ടോ? ഉണ്ട്. എൻ്റെ അമ്മയുടെ അച്ഛൻ മുത്തശ്ശൻ, ഞാൻ മുത്തശ്ശൻ എന്നാണ് വിളിക്കാറ്, മുത്തശ്ശനും എഴുതുന്ന ആളായിരുന്നു. ഒരുപാട് പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്ന് മാത്രം, എഴുതുന്ന ഒരാളാണ്. അപ്പോൾ മുത്തശ്ശനും എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ അമ്മ, അച്ഛൻ, ഏട്ടൻ, എല്ലാവരും. ഏട്ടനാണ് എന്നെ വായനയിലേക്കൊക്കെ കടന്നു വന്നത്. ഒരു പുച്ഛത്തോടെയാണ് ഞാൻ വായനയിലേക്കൊക്കെ കടന്നു വന്നത്. പക്ഷെ വായനയിലൂടെ പുതിയ പുതിയ ആശയങ്ങൾ സ്വരൂപിച്ചെടുക്കാനും അങ്ങനെ രചനയിൽ കൂടുതൽ വ്യക്തിമുദ്ര പതിപ്പിക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട് എന്നറിയുന്നു. തന്നെ എനിക്ക് തോന്നുന്നു വലിയൊരു പ്രത്യേകത നിമിഷയിൽ ഞാൻ കണ്ടത്, പാഷൻ അതിൻ്റെ ആ ലൈനിൽ പോകുന്നു, പ്രൊഫഷനായിട്ട് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മുടെ സൈക്കോളജി പഠിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി ഭാവി പദ്ധതികൾ എന്താണ്? സൈക്കോളജി പഠനത്തിലൂടെ എന്തെല്ലാം മേഖലയിലാണ് വ്യക്തിമുദ്ര പതിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്? ഫ്യൂച്ചർ പ്രൊഫഷനെ സംബന്ധിച്ചുള്ള പദ്ധതികൾ എന്തെല്ലാമാണ്? സൈക്കോളജി ഇപ്പോൾ കഴിഞ്ഞു, ഇനി PG എടുക്കണം, ക്ലിനിക്കൽ എടുത്ത് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത് കഴിഞ്ഞ് ജോലി, പിന്നെ ഭാവിയിൽ റിസർച്ചൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അറിയില്ല, ഇപ്പോൾ ഒരു PG കഴിഞ്ഞ് ഒരു ജോലി, അത്രയാണ്. മറ്റേതെങ്കിലും ഇപ്പം രചനയിൽ സാഹിത്യത്തിൽ താല്പര്യമുണ്ട്, നല്ല വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്, മറ്റേതെങ്കിലും ആർട്ട് ഫോമിൽ ടാലൻറ്റഡ് ആണോ? ടാലൻറ്റഡ് അല്ല, പക്ഷെ ഞാൻ ചെയ്യാറുണ്ട്. അച്ഛൻ വരയ്ക്കുമായിരുന്നു, അപ്പോൾ അച്ഛൻ്റെ കയ്യിൽ നിന്ന് കുറേ കണ്ടുപഠിച്ചിട്ടുണ്ട്. അങ്ങനെ വരയ്ക്കാൻ ഇഷ്ടമാണ്, അത്രേ ഉള്ളൂ. വലിയ കഴിവൊന്നുമില്ല, പക്ഷെ ഇഷ്ടമാണ്. ഓക്കെ, പ്രിയപ്പെട്ട നിമിഷ, ഇത്രയും സമയം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവെച്ച കാര്യങ്ങളിൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഭാവിയെ സംബന്ധിച്ചുള്ള പദ്ധതികളൊക്കെ പൂർത്തിയാകട്ടെ, പാഷൻ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തട്ടെ, പഠനം ഏറ്റവും കൂടുതൽ ജോലി സാധ്യത നൽകുന്ന ഒന്നായിട്ട് മാറട്ടെ. അങ്ങനെ വലിയൊരു സാഹിത്യ പാരമ്പര്യത്തിൽ നിന്ന് വരുന്ന നിമിഷ ഭാവിയിൽ കേരളത്തിൻ്റെ യശസ്സുയർത്തിയ അക്കിത്തം അച്യുതൻ നമ്പൂതിരിയെ പോലെ വളരെ പ്രസിദ്ധിയായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. യുവക്ഷേത്ര ടീമിനു വേണ്ടി, യുവക്ഷേത്ര എക്സ്പ്ലോറർ ടീമിനു വേണ്ടി പ്രത്യേകം നന്ദി അറിയിക്കുന്നു.